ഉറപ്പിന്മേൽ ഇതാദ്യമായി വയനാടിനായി നിർമ്മല ഒരുങ്ങുന്നു. ദുരന്തം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്രം കേരളത്തിനായി ഒന്നും നൽകിയിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പകൽ സത്യമാണ്. പലയാവർത്തി പിണറായി കേന്ദ്ര നേതാക്കളെ കണ്ടു. അതിനായി ഡൽഹിയിലേക്ക് വരെ പോയി. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. ദുരന്ത ഭൂമിയിൽ വന്നുപോയ മോദി ദുരന്തം കേരളത്തിലായതുകൊണ്ട് തന്നെ ഗൗനിക്കാതെ വിട്ടു. 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും യാതൊരു ബലവും ഉണ്ടായില്ല. സുരേഷ് ഗോപി ഇന്ന് വയനാടിനെ ആ ദുരന്തത്തെ മറന്നേ പോയി എന്ന് വേണം പറയാൻ. ഇവിടെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വയനാട്ടിലെത്തിയ സുരേഷ് ഗോപി പറഞ്ഞത് പിയെ വിജയിപ്പിച്ചാൽ മന്ത്രിയാക്കി തിരിച്ചു കൊണ്ടുവരാം എന്നാണ്. അതോടെ വയനാടിന്റെ കഷ്ടകാലം തീരുമെന്ന രൂപത്തിൽ സുരേഷ് ഗോപി വയനാട്ടുകാരോടായി പറയുമ്പോൾ കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിനായി ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ സുരേഷ് ഗോപിയുടെ വാക്കുകൾ ജനം ചെവി കൊണ്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കൃത്യമായി ബോധ്യമായി. പോളിംഗ് ശതമാനം അത്ര കണ്ടു കുറഞ്ഞിട്ടും പ്രിയങ്ക രാഹുലിനെ മറികടക്കുന്ന ഭൂരിപക്ഷമാണ് നേടിയത്. ഇതോടെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറുന്ന പ്രിയങ്ക വയനാടിനായി ശബ്ദിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായി. അതുമാത്രമല്ല, വയനാട്ടിൽ 2 MP-മാർ ഉണ്ടാവുമെന്നാണ് രാഹുൽ പറഞ്ഞത്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വയനാടിനായി ഞാൻ പാർലമെന്റിൽ ശബ്ദിക്കുമെന്ന് പ്രിയങ്ക ആവർത്തിച്ചു പറഞ്ഞുറപ്പിച്ചതുമാണ്. അതുകൊണ്ടുകൂടിയാണ് കേരളത്തെ കേൾക്കാമെന്ന് നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയും പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കേരളം ചോദിക്കുന്നത് ഒരു ഔദാര്യമല്ല, 2000 കോടി വേണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം. വയനാട് മാത്രമല്ല, മറ്റ് വിഷയങ്ങളും തീരുമാനമുണ്ടാവണം. കേന്ദ്രം പ്രതികൂല സമീപനം സ്വീകരിക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഡൽഹിയിൽ പ്രതിനിധി KV തോമസ് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് പാർലമെന്റ് ശീതകാല സമ്മേളനം തുടങ്ങുമ്പോൾ നിർമ്മലയെ കാണാൻ ഒരുങ്ങുന്നതും. പാക്കേജുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും സർക്കാർ കൈമാറിയിട്ടുണ്ട്. ചർച്ച പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്നാണ് KV തോമസ് പ്രതികരിക്കുന്നത്. വയനാട് പാക്കേജ്, കേരളത്തിന്റെ കടമെടുപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തിന് മുൻപിലുണ്ട്. ഏത് വിഷയമായിരിക്കും ചർച്ചയ്ക്ക് എടുക്കുക എന്നത് വ്യക്തമല്ലെന്നും KV തോമസ് പറഞ്ഞു. വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട സർക്കാർ എല്ലാ രേഖകളും കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര സംഘം നേരിട്ടെത്തി സാഹചര്യം മനസ്സിലാക്കിയതാണ്. കേന്ദ്രം വയനാട് വിഷയത്തിൽ തീരുമാനം സ്വീകരിക്കണം. അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തശേഷം സംസ്ഥാനം തങ്ങളോട് സഹായം ആവശ്യപ്പെട്ടത് ഈ മാസം 13-ന് മാത്രമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. കേരളം 2219.33 കോടി രൂപയുടെ സഹായമാണ് ആവശ്യപ്പെട്ടത്. SDRF-ലേക്ക് 153 കോടി അനുവദിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. ദുരന്തത്തിനു ശേഷം പണം അനുവദിക്കുന്നതിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ന്യായീകരണം.